കർത്താവിൻ്റെ ദാസന് അല്പസമയം ദൈവവചനം സംസാരിക്കാനുള്ള അവസരം കർത്താവിൻ്റെ ദാസന് കൊടുക്കും. നമ്മളെല്ലാവരും അവിടെയും കടന്നു പോകാൻ ഉത്സവിക്കും. ഞായറാഴ്ച പകലും കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ടായിരിക്കും. ഇന്ന് പകൽ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. തുടർന്ന് ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. വചനം ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ നടക്കും. 100% വളരെ പ്രാർത്ഥനയോടെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മുടെ പല കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, മുതിർന്നവർ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ദൈവമക്കളെ, ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവമാണ് നമ്മെ നിറയ്ക്കുന്നത്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. ഇന്ന് പകലും നമ്മുടെ മധ്യത്തിൽ യേശു വന്നിട്ടുണ്ട്. ഈ പകൽ വലിയ ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ ഒരു വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സൂബിൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലയളവിൽ ബൈബിൾ കോളേജിൽ പഠിച്ചവരാണ്. കർത്താവിൻ്റെ ദാസൻ അമരാവതിയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ആ വേലയോടുള്ള ബന്ധത്തിൽ അല്പമായിട്ട് നമുക്കും കൈത്താങ്ങുവാൻ കർത്താവ് ഇടയാക്കുന്നു. ഇന്ന് വരെയും കർത്താവിൻ്റെ ദാസന ദൈവം നടത്തി. വളരെ ഓപ്പർച്യൂണിറ്റികളും വളരെ അവസരങ്ങളും കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം വിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് അമരാവതിയിൽ പോയി വേല ആരംഭിച്ചു. 41 ദൈവദാസന്മാർ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെയുണ്ട്. ഏകദേശം 80-82 സ്ഥലത്ത് വേലകൾ പ്രവർത്തിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ. ഇന്ന് രാവിലെ അല്പസമയം സംസാരിച്ചപ്പോൾ തന്നെ വളരെ ഭയപ്പെട്ടു. കുടുംബത്തിലുള്ളവർക്ക് തന്നെ വളരെ പേടിയാണ്. കാരണം ഒരു മൊബൈൽ എക്സ്ട്രാ ആരെയും കാണിക്കാതെ ഒരു ചെറിയ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. കയ്യിലുള്ള മൊബൈൽ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോയാലും കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ചെറിയ മൊബൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് സഭ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കൃപയാൽ ദൈവം അവിടെ നിർത്തി. ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവങ്ങളെ ചിന്തിക്കണം. കേരളത്തിൽ ജനിച്ച് വളർന്ന് നല്ല ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കണമെങ്കിൽ വിളി വേണം. കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നു. 800-ൽ പരം കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നു. ഫുഡ് അവിടെ കൊടുക്കുന്നു എല്ലാ ദിവസവും തന്നെ. അതിനുവേണ്ടി പ്രത്യേകമായി സഹോദരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുക. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അവിടെ ഇവിടങ്ങളെ ഒത്തിരി യാത്ര. ഇന്നലെ 7 മണിക്ക് ട്രെയിനാണ്. 6:50 വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് ബാഗ് എടുത്ത് ഇവിടേക്ക് വരുവാനിടയായി. അതുപോലെ പല സ്തോത്രം ഗ്രാമങ്ങളിൽ വേല വിശാലമായി കിടക്കുക. കർത്താവിൻ്റെ വേല വളരെ ശക്തമായി കർത്താവിൻ്റെ ദാസൻ ചെയ്തുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുന്നു. അത് വളരെ സന്തോഷമുണ്ട്. ദൈവദാസൻ നമ്മുടെ സഭയ്ക്ക് ഇന്ന് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചപ്പോൾ വന്നതോർത്ത് ഞാൻ മുഖവര പറയുന്നില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വളരെ ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി ദൈവം എന്ത് പറഞ്ഞോ അത് ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കും വലിയൊരു അനുഗ്രഹമാണ് ആ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വരുന്നത് ഒക്കെ അനുഗ്രഹമാണ്. ഞാൻ ബോംബെയിൽ ആദ്യം വരുമ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ഒരു മെമ്പേഴ്സുള്ള ഒരു ചർച്ചാണ്. ആ ചർച്ച പൊളിഞ്ഞൊരു ചർച്ചിലാണ് ഞാൻ വന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ആ ചാർജ് എടുക്കുന്നത്. ആരെയും കിട്ടാതിരുന്നത് കൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ലഭിച്ചപ്പോൾ ഞാനൊരു സഭയുടെ അസിസ്റ്റൻറ്റ് പാസ്സായിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ ആരംഭത്തിൽ ഒരു 250 സ്ക്വയർ ഫീറ്റ് കാണാം ആ വീട്. ഒരു ബെഡ്റൂം എന്ന് പറയാനില്ല. കാരണം ഒരു കട്ടിലിട്ടാൽ ഒട്ടും നടക്കാൻ പോലും പറ്റത്തില്ല. അടുക്കളയും ബാത്റൂമൊക്കെ എല്ലാം ഒരേ ലെവലിലാണ്. ഒരു ചെറിയ ഒരു ഫ്രണ്ടിൽ റൂമുണ്ട്. ആ ദേവദാസൻ ഞങ്ങളുടെ കൂടെ ഒരാഴ്ച പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ച് ആ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം പറഞ്ഞ ദൂതുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ ദൂതുകൾ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുപ്പാനിടയായി ആ സഭയിൽ ആ ഫലം കണ്ട് എനിക്ക് തിരിച്ചു വരുവാൻ മറ്റു സഭയിൽ കിടന്നു പോകാനൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അത് ഈ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച്, നിയോഗമനുസരിച്ച് ഇവിടെ നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വസായിലുള്ള ദൈവസഭ, ഈ ദൈവസഭ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക്
നിങ്ങളും കൈത്താങ്ങൽ ചെയ്യുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾ അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്തും ഞങ്ങളെ ഓർത്തും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന അതിൻ്റെ ഒരു തെളിവെന്ന നിലയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരമെന്ന നിലയിലാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നതെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ഏത് വിഷയത്തിന് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം, ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ, അതേ കണ്ണുകൊണ്ട് തന്നെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യം തരുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളിപ്പം അമരാവതിയിൽ ഞങ്ങൾ ജീവനോടെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്ന ഞങ്ങൾക്ക് അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. സ്തോത്രം. കാരണം എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വളരെ അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് ഈവനിങ് ടൈമിലും ഇതുപോലെ കാണണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളന്വേഷിച്ച് വന്നു. ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് 3-4 സ്ഥലങ്ങളിൽ നിന്ന് കോള് വന്നു, അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പോകാൻ ഒരുങ്ങിയതാണ്. വേറെ കാരണങ്ങൾ പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. പക്ഷേ പോകല്ലെന്ന് പറഞ്ഞു. 3 സ്ഥലത്ത് നിന്ന് 3 പ്രാവശ്യം പോകാൻ ഇറങ്ങി കഴിയുമ്പം 3 സ്ഥലങ്ങളിൽ നിന്ന് വിടാത്ത പോലെ ഈ ബിലയാമിനെ കഴുതയൊക്കെ നിന്ന് തടഞ്ഞ പോലെ അങ്ങനെ നിർത്തുക. അതിനുശേഷം എൻ്റെ മിസ്സസ് പുള്ളിക്കാരിയുടെ ബ്രദറിനെ വിളിച്ചു. അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ചെന്നു. അപ്പം അവരോട് പിന്നെ നേരിട്ട് സംസാരിക്കാതെ ഫോണിൽ, വേറൊരാളുടെ ഫോണിൽ എന്നോട് സംസാരിച്ചു. അതിനുശേഷം അവർ തിരിച്ചുപോയി, ആ ബ്രദർ തിരിച്ചുപോയി. അതിനുശേഷം എൻ്റെ ബ്രദറിലോ ആ ആളുടെ പുറകെ പോയി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻക്വയറി ചെയ്യുമ്പോഴത്തേനും അദ്ദേഹം കരയാൻ തുടങ്ങി. കാരണം വേറെ ആളുകൾ മുഖാന്തരം, അദ്ദേഹത്തെ പരിചയമുള്ള മറ്റ് ചിലർ മുഖാന്തരം അന്വേഷിച്ചപ്പം വീണ്ടും അവർ 3-4 പേരുകൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ്. അപ്പം ഇതെൻ്റെ ബ്രദറിൻലോ ആണോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ ആണെന്നൊന്നും അറിയാതെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. സ്തോത്രം. എങ്കിലും ദൈവം നടത്തുന്നു, വളരെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. സ്തോത്രം. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ കർത്താവിൻ്റെ പ്രവൃത്തി യഥാർത്ഥമായി നടക്കുമ്പം അവിടെ എതിർപ്പുണ്ടാകും, ഉണ്ടാകണം. അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ഈ വർഗീയവാദികളൊന്നുമല്ല ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നേരെ വരുന്നത്. ഞാൻ നിങ്ങളുടെ സൂമിൽ ഓർപ്പിച്ചു. ആളുകളിൽ ദുരാത്മാവ് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങളിപ്പോൾ 1500 ഉണ്ട് ഇവൻ്റെ മേൽ, ഞങ്ങൾ 1500 പേരുണ്ട് ഇവൻ്റെ മേൽ, നീ ഏത് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാളെ ആ പട്ടണത്തിൻ്റെ അവസ്ഥ നീ കാണുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനുശേഷം ഒരു ശ്മശാനത്തിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡയറക്റ്റായിട്ട് എനിക്ക് ലൈവായിട്ട് അയച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അതിനുശേഷം ആരിൽ ആ ദുരാത്മാവ് വന്നോ ആ ചെറുക്കൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് കഥ കടച്ചിട്ട് ആ വാതിലിൽ വലിയൊരു അലമാരി, 3-4 പേര് പിടിച്ചാൽ മാറത്തില്ലാത്ത അലമാരിയാണ്, അതുകൊണ്ട് വാതിലിൻ്റെ അവിടെ ആർക്കും തുറക്കാൻ പറ്റാത്ത രീതി വെച്ചിട്ട് നഗ്നനായിട്ട് ഒരു കത്തിയെടുത്ത് മുഴുവൻ കട്ട് ചെയ്യുക, ബോഡി മുഴുവൻ ഏകദേശം 92 കട്ടിങ്ങാണ്. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക എനിക്ക്, എന്നിട്ട് പറയുക ഇവനെ രക്ഷിക്കാൻ ഇപ്പോൾ വന്നീ ഇവിടെ. അപ്പം അന്നേരം എനിക്ക് തിരുവല്ല നമ്മുടെ IPC ടൗൺ ചർച്ചിൻ്റെ ഒരു പ്രെയർ അന്ന് വൈകുന്നേരം നടക്കുക. ഞാൻ അവിടെ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിനിടയിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പം രക്ഷിക്കാൻ വേണ്ടി പോണോ? കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, രക്ഷിക്കുന്നത് നീയല്ല, സോബിനല്ല, രക്ഷിക്കുന്നത് ഞാനാ. നമ്മുടെ പത്രോസ് അകത്തെ തടവറയിലായിരിക്കുമ്പം ഒരു ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആ ചെറുപ്പക്കാരൻ സ്വന്തം ബോധത്തിലല്ല, അവനിൽ ദുരാത്മാവ് 1-2 അല്ല 1500 ഉണ്ടെന്നാണ് പറയുന്നത്. 1500 പേര് ഇവനിലുണ്ട്. എന്നിട്ട് അവൻ സ്വന്തം ബോധത്തിലല്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനൊന്നും ഓർമ്മയില്ല, ഭയങ്കര കരച്ചില്ല, എങ്ങനെ ദേഹം മുഴുവൻ മുറിഞ്ഞെന്ന് അവൻ അറിയില്ല. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യം, ഈ സ്വയം ബോധത്തിലല്ല, ദുരാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു, കയ്യിൽ കത്തിയുണ്ട്, അടുത്തോട്ട് വരാൻ ഒരു സാഹചര്യവും ഇല്ല, ആർക്കും ഒന്ന് സഹായിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ദൈവസഭയുടെ പ്രാർത്ഥനയുടെ വില എത്ര വലുതെന്ന്
സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ ദൂരെയൊന്നും ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും यदि हम किसी जगह में जाकर किसी का इलाज करने के लिए हमसे नहीं होता है तो जहां हम बैठे हैं നമ്മൾ എവിടെ ആയിരിക്കുന്നു ഉദർ സെ ഹമാര ജോ പ്രാർത്ഥന ഓ വിഷയ के लिए സഹി में പ്രാർത്ഥന അവിടെ അത് പല പ്രാവശ്യം അനുഭവിപ്പാൻ കർത്താവ് കരുണ കാണിച്ചു. സ്തോത്രം. അവരൊക്കെ സ്നാനപ്പെട്ടു. സ്തോത്രം. അവിടെ അവർ സംസാരിക്കുമ്പം എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി. എന്നോട് പറഞ്ഞു, നീ 7 വർഷമായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആ സംസാരിക്കുന്ന ചെറുക്കൻ അറിയത്തില്ല ഞാൻ എത്ര നാളായെന്ന്. ഞാനും ചിന്തിച്ചിട്ടില്ല എത്ര വർഷമായെന്ന് മര്യാദി. പിന്നെ കണക്ക് നോട്ടിപ്പോയിരുന്നു. കറക്റ്റാ 7 വർഷമായി. ഇപ്പം 8ാമത്തെ വർഷമാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു വശത്ത് സുവിശേഷ വേല നടക്കുമ്പോൾ മറുവശത്ത് എന്നോട് പറഞ്ഞു, ഇൻഡയറക്റ്റായിട്ട് പല പ്രാവശ്യം നിന്റെ അടുക്കൽ ഞങ്ങൾ വന്നതാ, കിട്ടിയില്ല. അപ്പം അതിപ്പം ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിൻ്റെ ലെവല് കൂടി വരിക. കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് പിസ്റ്റളുമായിട്ടായിരുന്നു. എന്തായാലും കർത്താവ് നടത്തുന്നു. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ സാരം, നമ്മൾ ആയുസ്സോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഭയമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്നെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പം എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് രക്തസാക്ഷിയാകും എന്നുള്ള കാര്യം. അത് പറഞ്ഞിട്ടാണ് വിവാഹവും ചെയ്തിരിക്കുന്നത്. പിന്നെ കർത്താവിന് നമുക്ക് വേണ്ടി തന്നത് തൻ്റെ ജീവനാണ്. നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ളത് നമ്മുടെ പ്രാണനാണ്, ഒരു സത്യത്തിന് വേണ്ടി. പക്ഷേ അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് നമ്മളിപ്പോൾ എന്ത് സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും കർത്താവാണ് നമ്മെ എപ്പം വിളിക്കണമെന്നോ ഒക്കെ തീരുമാനിക്കുന്നത്. സ്തോത്രം. എന്തായാലും ദൈവത്തിൻ്റെ ആ കരുതലോർത്ത് വിശ്വസ്തതയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവസഭ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു പക്ഷേ ഇതിൻ്റെ ആ ഗംഭീരതയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ തീവ്രതയോ ഒന്നും ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടല്ലായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അത് ദൈവമാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു ഹൃദയത്തിൽ ഭാരം തരുന്നത്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒന്നും പ്രശ്നമല്ല. കാരണം പത്രോസ് അകത്തെ തടവറയിൽ കിടക്കുമ്പം ആ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. അവസാനം ദൈവദൂതൻ ഇറങ്ങി വന്ന പത്രോസിനെ വിടുവിച്ച്, പത്രോസ് കോ छुड़ाया बचाया, जो प्रार्थना करने वाला लोगों के घर के सामने लाया, दरवाजा तक लाया. അവിടെ വെച്ച് പത്രോസ് വിളിക്കുമ്പോഴും രോധ എന്ന് പറയുന്ന ബാല്യക്കാരി ചെന്ന് ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ വാതിൽ തുറക്കാതെ തിരിച്ചോടി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയ്ക്ക് ചെന്ന് പറയുക, പത്രോസ് വന്നോ. അപ്പൊ ജിസ്കെ ലിയെ പ്രാർത്ഥന കർ രേ വോ ലോഗ് ബോൾ രേ അരേ തൂ പാഗലേ പത്രോസ് കാ മതലബ് സ്വർഗദൂത് ഹോങ്ക, ഉൻകാ രഖവാലി കർനെ വാല സ്വർഗദൂത് ഹോങ്ക. മതലബ് അവർ ഇത്രമാത്രം വിശ്വസിക്കുന്നില്ല. എങ്കിലും ഇത് പ്രാർത്ഥന കറുവായ ഹേത്തോ, ആമേൻ, പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ഇവിടെ എന്നെ കൊണ്ട് നിർത്തുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അടയാളമായിട്ട്, ഒരു ഉത്തരമായിട്ടൂടെയാണ്. ദൈവത്തിൻ്റെ നീതി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ പൊതുതടവിലാക്കുന്നുണ്ട്. അവിടെയും ദൈവദൂതൻ ഇറങ്ങിയാണ് വിടുവിക്കുന്നത്. അവിടെ വിടുവിക്കുമ്പോൾ നേരെ ദേവാലയത്തിലേക്കാണ് വിടുന്നത്. അവരെ പോയി പ്രസംഗിച്ചോളാൻ പറഞ്ഞുണ്ട്. പക്ഷേ 12-ാം അധ്യായത്തിൽ അകത്തെ തടവിൽ നിന്ന് പത്രോസിനെ വിടുവിക്കുമ്പം ദൈവദൂതൻ 1-ാം വാതില്, 2-ാം വാതില്, ഇരുമ്പ് വാതില്, അത് കഴിഞ്ഞ് ഒരു നഗരം കൂടെ കഴിഞ്ഞിട്ടാണ് ദൂതൻ വിട്ടിട്ട് പോകുന്നത്. എത്തിക്കുന്ന സ്ഥലം എവിടെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ അവിടെ എത്തിച്ചിട്ടാണ് ദൂതൻ മാറുന്നത്. എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായത്തിൽ പൊതുതടവിൽ കിടക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിടുവിച്ച് കഴിയുമ്പോൾ ഒന്നാമത് കാണിക്കുന്നത് പ്രാർത്ഥിച്ചവരുടെ കണ്ണിൻ്റെ മുമ്പിലാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയോർത്ത് വിശ്വസ്തയോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ 3 ദിവസം ഒത്തിരി പറയാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് തുടക്കത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ആദ്യത്തെ സെക്ഷനിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. അതിനുശേഷം ഉള്ള സെക്ഷനുകളിൽ ക്രിസ്തീയ ജീവിതത്തിലെ ചില തെറ്റിദ്ധാരണകളെക്കുറിച്ചുള്ള സം മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ക്രിസ്ത്യൻ ലൈഫ്. നമ്മളുടെ ഇടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനാണ്
തുടർന്നുള്ള സെക്ഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ വലിയ പ്രസംഗം നടത്തുന്ന രീതിയിലല്ല, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് അത് എത്തിക്കണം. സ്തോത്രം. അതിനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു വലിയ പ്രസംഗം നടത്തി ഒത്തിരി പോയിന്റൊക്കെ പറഞ്ഞതിലൊന്നും അർത്ഥമൊന്നുമില്ല. കർത്താവ് നമ്മളോട് നമ്മുടെ ഹൃദയങ്ങളിൽ ഏത് വിത്ത് ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്നത്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എന്ത് നമ്മുടെ ഹൃദയത്തിൽ जो समझ परमेश्वर हमारे दिल में देने के लिए चाहते हैं, उसको आपके पास पहुंचाने के लिए मैं कोशिश कर रहा हूँ. मैं प्रभु पर भरोसा रख रहा हूँ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര നല്ല പ്രസംഗകരാണെങ്കിലും പ്രസംഗകനിലേക്ക് വേണ്ട നമ്മുടെ ശ്രദ്ധ. കാരണം നമ്മളോട് കർത്താവ് സംസാരിക്കണം. ആമേൻ. എന്നെ കർത്താവ് ഇവിടെ അയച്ചെങ്കിൽ കർത്താവാണ് വചനം തരേണ്ടത്, വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരേണ്ടത്. അതിന് നമുക്ക് ഒരു നിമിഷം ഒന്നെല്ലാവരും പ്രാർത്ഥിക്കണേ. ഇവിടെ ദേവദാസൻ വിളിച്ചപ്പോഴും ഓർപ്പിച്ചു, ഇവിടെ പല കുഞ്ഞുങ്ങളും അഭിഷേകമൊക്കെ പ്രാപിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവൊക്കെ പ്രാപിപ്പാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും അനുഭവിച്ചൊരു കാര്യമാണ്, ഈ പരിശുദ്ധാത്മാഭിഷേകം പലപ്പോഴും പ്രാപിക്കുന്ന സ്ഥലത്ത് നമ്മളിപ്പോഴും കൈ തലയെ വെച്ച് ഇങ്ങനെ കറക്കി അന്യഭാഷയൊക്കെ പറയിപ്പിച്ച് ഒത്തിരി നമ്മൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് എത്തുന്നത് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി കാണുമ്പം ആത്മാവിനെ അയക്കുന്നതിന് മുമ്പ് ദൈവം വചനമാണ് അയക്കുന്നത്. സ്തോത്രം. ആമേൻ. ആമേൻ. അതുകൊണ്ട് ഈ 3 ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളെല്ലാം നിറയപ്പെടണം. നമ്മൾ ആ ദൈവഹിതത്തിൻ്റെ ആ നിറവ് അനുഭവിപ്പാൻ, ആ പൂർണ്ണത നമുക്ക് അനുഭവിപ്പാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവവചനമാണ് അതിന് കാരണമാക്കി കർത്താവ് വെച്ചിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവ് നമ്മളോട് ഹൃദയങ്ങളോട് സംസാരിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഇരിക്കുന്ന ബ്രദറിൻ്റെ പേരെന്നാ? ബ്ലെയിൻ. പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിച്ചു. ആമേൻ. 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 നമ്മൾ ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം, लूका रचित सुवार्ता पहला अध्याय उसका 13वीं वचन 13ാമത്തെ വാക്യം और उसके बाद उसका 20वां वचन 20ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ സ്തോത്രം. തുടർന്ന് നമുക്ക് പല വാക്യങ്ങൾ വായിക്കണം.
ഈ ഈ ഈ രണ്ട് വചനങ്ങളുടെ ബേസ് ചെയ്ത് പ്രാർത്ഥനയുടെ പുറകിലുള്ള രഹസ്യം, द सीक्रेट बिहाइंड प्रेयर, प्रार्थना के पीछे जो रहस्य है, उस विषय के बारे में थोड़ा प्रभु ने जो दिल में दिया. എനിക്കൊരു കാര്യം ചോദിക്കണം. മലയാളത്തിൽ പറഞ്ഞ ഹിന്ദിയും കൂടെ കൂട്ടി പറയണം അല്ലേ? എന്താ? ओके, हिंदी. ओके, प्लीज. बिल्कुल. क्योंकि परमेश्वर चाहते हैं सबके दिल में, एक को भी नहीं छोड़ते हैं प्रभु. आमीन. सभी प्रभु की अनुग्रह को. कौन है हिंदी? ओके, ओके सिस्टर. ओके, प्रेज गॉड. ओके, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് അല്ലേ? ഇക്ക പ്രാർത്ഥന की उत्तर, प्रार्थना का उत्तर. ഇതർ പ്രാർത്ഥന കിയാ ഹുവ വ്യക്തി, പ്രാർത്ഥിച്ച ആള്, അദ്ദേഹത്തിന്റെ പേര് അവിടെയുണ്ട്. കോനെ? सकरिया. सकरिया ने क्या किया? प्रार्थना किया और उनका प्रार्थना का उत्तर मिला. प्रार्थना का उत्तर मिला. ये जो प्रार्थना के उत्तर के बारे में सकरिया की विषय में बोलने के समय सकरिया क्या प्रार्थना किया, उन्होंने किस विषय के बारे में प्रार्थना किया, എന്താണ് സക്രിയാവ് പ്രാർത്ഥിച്ചത്? क्या प्रार्थना किया? क्या के लिए प्रार्थना किया? किसके लिए प्रार्थना किया? എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. Praise God. एक बेटे के लिए प्रार्थना किया. सी, प्रार्थना कुछ പറയുമ്പോൾ प्रार्थना के बारे में बोलने के समय सकरिया सिर्फ एक बेटे के लिए नहीं किया प्रार्थना. सिर्फ बेटे के लिए नहीं किया. വെറും ഒരു മോന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. ആമേൻ. ശ്രദ്ധിക്കണം, വെറും ഒരു മകന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. क्योंकि जब उत्तर देने के समय सिर्फ एक बेटा होंगे करके नहीं बोला स्वर्गदूत. ഒരു മകൻ ഉണ്ടാകുമെന്ന് മാത്രം അങ്ങ് പറഞ്ഞു നിർത്തിയില്ല. എല്ലാവരും ഉണ്ടോ ഇവിടെ? उसके आगे और कुछ बात बताया. അതിന്റെ താഴോട്ട് പിന്നെ ദൈവദൂതൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജനിക്കുന്ന മോനെ കുറിച്ച്. ആമേൻ. वो भी സക്രിയ की प्रार्थना था. അതും സക്രിയാവിന്റെ പ്രാർത്ഥനയായിരുന്നു. स्तोत्रम. ऐसा एक बेटा मिलना वो नहीं, ऐसा तो उत्तर इतना बोलना था. ओके, तेरा प्रार्थना का उत्तर हो गया. तेरी पत्नी एलिशबत गर्भवती होकर एक बेटे को ഒരു മകൻ നിനക്കുണ്ടാകും എന്ന് പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. പക്ഷേ ദൂതൻ സംസാരിക്കും, അതിന്റെ താഴെ പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും ഉണ്ടോ? ആമേൻ. क्या क्या बताया स्वर्गदूत उसको? उनका क्या नाम देना? क्यों? सी, जब वो पैदा हो गए उस समय क्या होंगे? ओके. वो परमेश्वर की उपस्थिति में महान होंगे. मतलब प्रभु आप एक बेटे को देगा तो ऐसा चाहिए. आमेन. आगे का मेरा बेटा ऐसा होना. आगे. अरे बाप रे, हमारा प्रार्थना बच्चे बढ़ने के बाद भी बहुत माता पिता उसके बारे में नहीं सोचते हैं, है ना? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായാലും അവർ വല്ല MBBS ഒക്കെ കിട്ടാൻ നമ്മൾ പറയും. പക്ഷേ ഡിഗ്രി വല്ലതും കിട്ടാൻ, നല്ല ഡോക്ടറേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ. പക്ഷേ ഇവിടെ സക്രിയാവിന്റെ പ്രാർത്ഥനയിൽ അവൻ വെറുതെ ഒരു ചെറുക്കനാകണ്ട. അവനെ അങ്ങയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? നിറയ്ക്കണം. അതെവിടെ വെച്ചേ വേണം.
പറയാൻ കാരണം ഇത് പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്ന കാര്യങ്ങളാ. ആമേൻ, ആമേൻ, ആമേൻ. ആകെ वो भी उनकी प्रार्थना था. बहुत इसराइल लोगों को क्या करेंगे? उनकी परमेश्वर की ओर क्या करेंगे? क्यों बोला ये बात? എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയുന്നത്? किस कारण से बोला ये जो शब्द? എന്താ ഇത് ഇങ്ങനെ ഒരു വിഷയം പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? क्योंकि सकरिया कौन है? कौन सा काम करने वाला है? याजक. आमेन. जूना करार में हम देखते हैं अलग अलग ऑफिसर्स है ना, उसमें एक है याजक, दूसरा भविष्यवक्ता, तीसरा राजा. ये 3 ഗ്രൂപ്പോ അഭിഷേകം करता था. പഴയ നിയമ കാലഘട്ടത്തിൽ 3 കൂട്ടരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. एक याजक, दूसरा ഭവിഷ്യവക്ത, तीसरा രാജ. ആമേൻ. ഇതിൽ യാജക് പുരോഹിതന്റെ ജോലിയാ, ജനത്തിന്റെ പ്രതിനിധിയായി ദൈവത്തിങ്കിലേക്ക്. ആമേൻ. പ്രവാചകന്റെ ജോലിയാ, ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിലേക്ക്. ആമേൻ, ആമേൻ. जब वो याजक का काम कर रहे, അവൻ പുരോഹിതനായി ജോലി ചെയ്യുമ്പോൾ, അവനൊരു മകന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, കാരണം याजक का काम दूसरा बाहर से कोई नहीं कर सकता. मेरी जमाने के बाद कोई और चाहिए. आमेन. एक साधा बेटा नहीं. जो मुझको जो बेटा मिलते हैं वो ऐसा बेटा होना चाहिए, वो सही में लोगों की दिल को परमेश्वर की ओर, परमेश्वर की तरफ पहुंचाने वाला चाहिए. ദൈവത്തോട് ജനത്തിന്റെ ഹൃദയത്തെ അടുപ്പിക്കുന്നവരായിരിക്കണം. हालेलुया. आगे हाँ, ये शब्द देखना. ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ. ഹല്ലേലൂയ. എന്താ ഏലിയാവിന്റെ ആത്മാവും ശക്തിയും? സത്യദൈവമായ യഹോവയെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായി നിന്നിട്ട് കർമേൽ पर्वतത്തിന്റെ മുകളിൽ पहाड़ी के ऊपर आग को उतारा, वो नहीं बात, उसमें बहुत बड़ी बात नहीं, लेकिन उतारने के पीछे एक उद्देश्य था. जो लोगों का दिल परमेश्वर से दूर हो गया, ഏത് ജനത്തിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, ओ दिल को परमेश्वर की ओर फिराने के लिए. आमेन, आमेन. क्योंकि आसमान को बंद किया, बारिश को बंद करके रखा, रुका के रखा. 3.5 साल, 3.5 വർഷം ആകാശത്തെ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. कारण लोग परमेश्वर से दूर हो गया. തീ ഇറങ്ങിക്കഴിഞ്ഞ് अग्नि उतारने के बाद परमेश्वर की थैंक यू. अग्नि उतारने के बाद जब लोग परमेश्वर का अद्भुत कामों को देखा, सभी गिर पड़ा, എല്ലാരും കവിണ്ണു വീണു. पहले एलिया पूछा था लोगों को, यदि यहोवा परमेश्वर है तो यहोवा का सेवा करना, बाल है तो बाल की सेवा करना. നിങ്ങൾ യഹോവയാ ദൈവമെങ്കിൽ യഹോവയെ സേവിക്കണം, ബാലാണെങ്കിൽ ബാലിനെ സേവിക്കണം എന്ന് പറയുമ്പോ ഓ ലോഗ് ഏക് ശബ്ദ भी उत्तर नहीं दिया. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം, അഗ്നി ഇറക്കിയുള്ള ദൈവപ്രവൃത്തി കണ്ടപ്പോൾ അവരെല്ലാം കവിണ്ണു വീണ് चिल्लाकर बोलने लगा, यहोवा ही परमेश्वर. वो शब्द जब लोगों का दिल प्रभु की ओर फिरा, ജനത്തിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ, അത് കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ കേൾക്കുന്ന ശബ്ദം ജനത്തിന്റെ ശബ്ദമല്ല ഇപ്പൊ ഞാൻ കേൾക്കുന്നത്,
3.5 വർഷം ഏത് കാരണത്താൽ മഴയടയപ്പെട്ടോ, ഒരു വലിയ മഴയുടെ മുഴക്കമായി ഇപ്പൊ ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ കരുതലും അനുഗ്രഹവും നമുക്കനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അനുഗ്രഹത്തോടല്ല അടുക്കേണ്ടത്. आशीष की तरह नहीं, हमारा दिल प्रभु की ओर फिरना. ആമേൻ, ആമേൻ, ആമേൻ. ആ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ തന്നെ അവൻ നടക്കും. സ്തോത്രം, സ്തോത്രം. ऐसा तो सकरिया की प्रार्थना एक सादा बेटा के लिए नहीं था. मेरा प्रियो, मेरा विनती है, प्रभु की आत्मा मुझको ये संदेश इधर देने के लिए बोला. കർത്താവിന്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഈ സന്ദേശം ഇവിടെ അറിയിക്കാൻ പറഞ്ഞു. സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പല വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. हम अलग अलग विषयों के लिए क्या कर रहे हैं? प्रार्थना करने के समय बहुत बार हम हमारी जरूरत को प्रभु की सामने रख रहे हैं. നമ്മൾ നമ്മുടെ ആവശ്യത്തെയാ വെക്കുന്നത്. എന്നാൽ आपकी जरूरत को प्रभु अपना महिमा के अनुसार उत्तर देने के समय आपकी जरूरत से बढ़कर परमेश्वर का कुछ जरूरत उसके द्वारा परमेश्वर करने के लिए चाहते हैं. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തെക്കാളും അപ്പുറമായി ദൈവത്തിന്റെ ചില ആവശ്യങ്ങൾ ദൈവത്തിന് അതിന്റെ പുറകിലുണ്ട്. രക്തത്താൽ ചെയ്യാം. बहुत बार हम प्रार्थना करके सिर्फ बड़बड़ होकर कुछ भी उत्तर की कुछ बातों को दिखाई नहीं दे रहे. लेकिन നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് വെറും ജൽപ്പനം പോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരം ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അപ്പുറമായിട്ട് അതിന്റെ നടുവിൽ സ്വർഗീയ പരമേശ്വർ കാ കുച്ച് അത്ഭുത യോജന, ദൈവത്തിന്റെ കുറച്ച് ശ്രേഷ്ഠമേറിയ ഉദ്ദേശമുണ്ട്. അതിനെ അറിയാൻ തക്കവണ്ണം ആമേൻ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവകൃപ ചോദിക്കണം. ഹല്ലേലൂയ, हालेलुया. सभी है इधर. ये जो प्रभु की योजना हमारे जीवन में जानने के लिए कैसे होते हैं? ദൈവഹിതത്തെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? സക്രിയ को ये जानकारी कैसे मिला? സക്രിയ को ये जानकारी ऐसे प्रार्थना करना है, ऐसा एक बेटा चाहिए, ഇങ്ങനെ ഒരു മോൻ വേണം, ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കണം എന്നുള്ളതിന് സക്രിയാവിന് ഈ ഒരു ഐഡിയ, ഈ ഒരു കൺസെപ്റ്റ് സക്രിയാക്കോ കൈസേ മില? കഹാ സേ മില? എവിടുന്ന് കിട്ടി? എല്ലാവരും ഉണ്ടോ ഇവിടെ? പാസ്റ്ററെ ഉപവാസ പ്രാർത്ഥന വന്ന് പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണം അല്ലെ? എവിടുന്നാണ് ഈ ആശയം അവന് കിട്ടുന്നത്? आप लोग देखना उसका 67 63 ओके. मैं प्रभु को धन्यवाद करता हूँ क्योंकि मुझको जब स्कूल में पढ़ने के समय हिंदी मुझको बिल्कुल पसंद नहीं था, क्योंकि हिंदी टीचर पसंद नहीं था. इसलिए सबसे कम मार्क मुझको एसएसएलसी में हिंदी में मिला. जब हमारे समय में प्री डिग्री था, +2 उस समय नहीं था. प्री डिग्री में सेकंड लैंग्वेज में जानबूझ के मलयालम लिया, हिंदी को हटाया. लेकिन मैं प्रभु को दिल से धन्यवाद करता हूँ. सेवकाई के लिए प्रभु भेजने के समय जो भाषा को मैंने बेर रखा वो भाषा से अभी प्रभु सेवकाई करवाते हैं. സ്തോത്രം. അത് കർത്താവായിട്ട് അയച്ചു എന്നതിനൊരടയാളമാക്കിയാണ് ആമേൻ ഈ ഭാഷമേ മുझसे बात करवाते हैं परमेश्वर. ആമേൻ, ആമേൻ, ആമേൻ. അത് പറയാൻ കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ അറിയാവുന്ന 20 तक आता था.
20 വരെ അറിയാം. 1 2 3 4 5 11 12 19 20. പിന്നെ അറിയാവുന്ന ഒരു 25 ആണ്, 25. പിന്നെ അറിയാവുന്ന ഒരു 50 ആണ്. പിന്നെ ഒരു 1947, അത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ വർഷം, അതും കാണാതെ പഠിച്ചു വെച്ചിട്ട് ബാക്കി അറിയാം, ഹസാർ അറിയാം. ബാക്കി ഹിന്ദിയുടെ ഒരു നമ്പർ എനിക്ക് അറിയത്തില്ല. ലേക്കിൻ അഭി ഓക്കെ, പ്രഭുക്ക് സ്തുതി. ആമേൻ. 67-ാമത്തെ വാക്യം മുതൽ 67-ാമത്തെ വാക്യം മുതൽ സെക്കരിയാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നതാ. എന്താ ചെയ്യുന്നത്? പ്രവചിച്ച് പറയുന്നതാ. ശ്രദ്ധിക്കണേ, ഇതെപ്പോഴായി സെക്കരിയാവ് ഇത് ചെയ്യുന്നത്? മോനുണ്ടായി കഴിഞ്ഞ് അവന് പേരിടുന്ന उनको नामकरण की जो समय में उस समय तक उनकी मुंह को क्या किया था? बंद करके रखा था. उसके बाद नामकरण किया. जैसे परमेश्वर की अगुवाई हुआ उसके अनुसार ദൈവത്തിന്റെ ആലോചന പ്രകാരം അവൻ ആ പേരിട്ട് കഴിഞ്ഞപ്പം വാ തുറന്നു. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ദൈവത്തിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ വാ തുറക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാ തുറക്കുന്നത് നിലവിളിക്ക് വേണ്ടിയല്ല, ദൈവത്തെ മഹിമപ്പെടുത്താനായിരിക്കും. സ്തോത്രം. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. ഇത് ഇവിടെ മാത്രമല്ല, हर जगह में हम देख सकते हैं. 40 भजन संगीता में 40 संकीर्तन में परमेश्वर के लिए, प्रभु के लिए धीरज से बाट होता है ना. ഞാൻ യഹോവയ്ക്കായി കാത്തു. ഓ മേരാ ദുആയിക്കോ സുന. നാശകരമായ കുഴി കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അപ്പോൾ പ്രാർത്ഥിച്ചു. പിന്നെ ഉണ്ടാകുന്നത് പാറമേൽ നിർത്തി എൻ്റെ വായിൽ നയാ ഗീത് ദിയ हमारा परमेश्वर की स्तुति का गीत. ഓ സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സ്തുതിയ. आमेन. वो जो बंदीग्राम में पौल और सीलास को डाला, आधी रात में उन्होंने प्रार्थना किया, प्रार्थना करके प्रभु की महिमा किया. പ്രാർത്ഥിച്ചു കർത്താവിനെ മഹിമപ്പെടുത്തി. സ്തോത്രം. ഓ ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ പ്രശ്നമൊക്കെ വരുമ്പം जब प्रॉब्लम आने, प्रश्न आने के समय इधर उधर बड़बड़ करने से अच्छा प्रभु की उपस्थिति में क्या करना? प्रार्थना करना. हमारा दिल का कड़वापन से जो कुछ बड़बड़ हम कर रहे, सुनने वालों की दिल में भी ज्यादा निराशा डालते हैं. आमेन. लो जगहों में हम यदि प्रभु की उपस्थिति में हमारा दिल को आमेन सौंप देगा तो ദൈവ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ സ്തോത്രത്തോടുകൂടെ അർപ്പിക്കുന്നെങ്കിൽ ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു ആദത്ത്, ऐसा एक आदत प्रभु की लोगों के जीवन में होना. ആമേൻ. ഇവിടെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞ സക്കരിയാവ് ആത്മാവിൽ എന്ത് ചെയ്യുക? ആത്മാവെ महिमा कर रहे. अभी क्या बोल रहे वो? आगे का वचन. कैसे? उनकी पवित्र लोगों के, दासों के द्वारा जैसे उन्होंने बताया वैसे. ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു മോൻ ഉണ്ടാകണമെന്നും इങ്ങനെ ഒരു ദൈവപ്രവൃത്തി ऐसा एक बेटा होना, ऐसा परमेश्वर की कार्य उनके द्वारा होना करके ज़करिया के दिल में ये समझ कहां से मिला? ഈ ഒരു ചിന്ത, ഈ ഒരു ചിന്താഗതി, ഇങ്ങനെ ഒരു ആശയം എവിടുന്നാ ഈ സക്കരിയാവിന്റെ മനസ്സിൽ കിട്ടിയത്? കാലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്ത ചില കാര്യങ്ങളുണ്ട്.
हमारी बाप दादों के साथ परमेश्वर ने कुछ प्रतिज्ञा किया, करार करके रखा है। बोलो प्रभु यीशु मसीह की हालेलुया। ऐसा है तो बोलने का मतलब ये है, जकरिया को प्रार्थना करने के लिए सही अगुवाई कहां से प्राप्त हुआ? ये जुने बाप दादों की भविष्यवक्ताओं के द्वारा जो कुछ परमेश्वर ने जो वाणी सुनाया, उससे जकरिया को प्रार्थना करने के लिए जो हिम्मत मिला। പറഞ്ഞു വന്നതിന്റെ സാരം, സക്കറിയാവിന് ഈ ഒരു ആശയം പ്രാർത്ഥിക്കാൻ എവിടുന്ന് കിട്ടി? പിതാക്കന്മാരോടും പ്രവാചകന്മാർ മുഖാന്തരവും കാലാകാലങ്ങൾക്ക് മുമ്പേ ദൈവം അരുളി ചെയ്ത വചനങ്ങൾ മുഖാന്തരമാണ് ഇത്രയും തകർക്കപ്പെട്ട വിപരീതമായ സാഹചര്യങ്ങളുടെ നടുവിലും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യമുണ്ടാക്കിയത്. ബോലോ പ്രഭു യീശു മസീഹ് കി ഐസാ ഹേ തോ മേരാ പ്രിയോ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ശരിയായ ദിശ തരുന്നത് ദൈവവചനമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനമാണ്. परमेश्वर का वचन हमको परमेश्वर की इच्छा के अनुसार मांगने के लिए हमको सही अगुवाई देने वाला बात परमेश्वर का वचन है. हालेलुया. അത് മാത്രമല്ല വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കിലും ഞങ്ങളുടെ हमारे लोगों के बीच में मैंने बताया, हर एक परमेश्वर की अद्भुत कामों के लिए ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കുള്ള താക്കോലാണ് പ്രാർത്ഥന. आमेन आमेन. परमेश्वर का अद्भुत कामों के लिए चावी ताकोलाना प्रार्थना. प्रार्थना क्यों? क्योंकि जहां जहां परमेश्वर ने अद्भुत कार्य किया, हर जगहों में उसकी पकड़ हम प्रार्थना देख सकते हैं. ദൈവം എവിടെല്ലാം അത്ഭുതത്തിന്റെ കരം നീട്ടിയിട്ടുണ്ടോ അവിടെല്ലാം അത്ഭുത പ്രവൃത്തിക്ക് മുമ്പ് നമുക്കൊരു പ്രാർത്ഥന കാണാം. लाल समुद्र को दुबागा करने का महिमा का काम प्रकट करने के समय उसकी पहले एक प्रार्थना मूसा की ओर से निकला हम देख सकते हैं. ചെങ്കടൽ പിളർക്കുന്ന ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മോശയുടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. मारा की कड़वा पानी मीठा बना के देने के समय उसकी पहले भी एक प्रार्थना हम देखते हैं. बंदीग्राम को हिलाकर बंदीग्राम की मालिक को पकड़कर कारागृह प्रमाणी अडक्कम स्नानപ്പെടുത്തി അമേൻ ജയിലിൽ ഇട്ടവനെ അവന്റെ ബന്ധനത്തെ സ്വതന്ത്രമാക്കി. അമേൻ. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ वो रात में वो आधी रात में उधर भी एक प्रार्थना हम देख सकते हैं. ओ हालेलुया. यीशु मसीह को मरे हुओं में से മരിച്ചവരിൽ നിന്നും തേജസ്സോടെ ഉയർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ उसके पीछे भी एक प्रार्थना हुआ है. ओ पहाड़ी के ऊपर वो रूपांतर होने के समय उसके पीछे भी एक प्रार्थना है. हर एक परमेश्वर की महिमा की काम जो होते हैं, ദൈവ പ്രവൃത്തി എവിടെല്ലാം നടന്നിട്ടുണ്ടോ അതിന്റെ പുറകിൽ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ട്. ആമേൻ. ऐसा है तो हम उल्टा बोल सकते हैं. നമുക്ക് അങ്ങനെയാണ് തിരിച്ചു പറയാമല്ലോ. ചമത്കാർ की पहले प्रार्थना हुआ है तो ദൈവപ്രവൃത്തിക്ക് മുമ്പ് ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ आज प्रार्थना हुआ है तो प्रार्थना की आगे क्या है? परमेश्वर का काम है. ओ हालेलुया. ദൈവപ്രവൃത്തിക്ക് മുമ്പ് പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആമേൻ. അബി प्रार्थना ये चावी से हम क्या खोलते हैं? നമ്മൾ എന്താ ഈ തുറക്കുന്നത് പ്രാർത്ഥിച്ച? जब यीशु मसीह प्रार्थना के बारे में सिखाने के समय बोला ना, मांगो मिलेगा, ढूंढो खटखटाओ मुट्टुविन തുറക്കപ്പെടും. प्रार्थना से प्रभु क्या खोल कर दे रहे? हाँ, प्रार्थना से सही में क्या खोलते हैं? പക്ഷെ പ്രാർത്ഥിക്കണം കേട്ടോ. അടഞ്ഞിരിക്കുന്ന വാതിലൊക്കെ എന്ത് ചെയ്യണം? തുറക്കണം. നമ്മൾ അടഞ്ഞ വാതിൽ തുറക്കാൻ വേണ്ടി അവിടെ നിന്നോണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും വാതിൽ
തുറക്കുന്നുണ്ടോ? അന്ന് 7 ദിവസം ഉപവാസം, 21 ദിവസം, 40 ദിവസം ഉപവാസം. വാതില് തുറന്നോ? ആമേൻ. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഏതൊരു ദൈവപ്രവൃത്തിയുടെ മുമ്പും എന്തുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു? പ്രാർത്ഥന. ഇനി പ്രാർത്ഥന മാത്രമല്ല, ദൈവപ്രവൃത്തിക്ക് മുമ്പ് ഒരു കാര്യം കൂടെ നടക്കാറുണ്ട്. വചനവും അവിടെ പുറപ്പെടുന്നുണ്ട്. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഏതൊരു ദൈവപ്രവൃത്തിയുടെ പുറകിൽ പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ ഒരു വചനമുണ്ട്. आमीन. लाल समुद्र के सामने मूसा प्रार्थना किया, उधर परमेश्वर बोले, ए मूसा तू क्यों रो रहे? परमेश्वर के उससे वचन निकल रहे. ദൈവത്തിന് വചനം പുറപ്പെടുകയാ. നീ ഭയപ്പെടേണ്ട, നീ നിന്റെ കയ്യിലുള്ള ആ വടി ഓ ദണ്ഡ സമുദ്രക്ക് ഉസ്കി തര ആകെ ബിടാവോ, സമുദ്രത്തിന് നേരെ നീട്ട്, വചനം പുറപ്പെടുക. മാറയുടെ കയ്പ് നീരി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നൊരു വചനം പുറപ്പെടുന്നുണ്ട്. हालेलुया. एलिया प्रार्थना किया है तो परमेश्वर से वचन निकलते हैं. हालेलुया, हालेलुया, आमेन. നിങ്ങൾക്കറിയാവോ, ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഇഷ്ടത്തെക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗമായി ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. അതെന്റെ ഉള്ളിൽ मेरे दिल में अभी इधर बैठने के समय वो भी आ रहा था, प्रभु दे रहा था. सी, हम लासर की कब्र के सामने यीशु की जगह में हम प्रार्थना करता है तो कैसे प्रार्थना करेंगे? क्या नाम है आपका? എന്താ പേര്? ഫെബിൻ. लासറിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുക. लासर की कब्र के सामने. लासर को कितना दिन हो गया कब्र में रहकर? 4 दिन हो गया. फेबिन अभी यीशु की जगह में खड़े हैं. യേശു മസീഹ് की സ്ഥാനത്ത് യേശു മസീഹ് की जगह में फेबिन खड़ा है तो ലാസറിനെ ഉയർപ്പിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കാം? हम है तो लासर की कब्र के सामने, ऐसे समझो हम सभी यीशु की जगह में, ऐसे समझो लासर की कब्र, उधर से उनको क्या करना है? जिलाना. आपको आवाज बराबर सुनाई दे रहा है? हाँ, क्योंकि हमारे उधर माइक सिस्टम नहीं, ऐसे एसी भी नहीं. ओके, 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 सूम में लोग हैं इसलिए उनके लिए. ओके, हमारे उधर माइक सिस्टम नहीं, एयर कंडीशन नहीं, और ऐसे बिल्डिंग भी नहीं. लेकिन मैं अभी हमको ये उधर बहुत धूप है, इतना धूप है, 50-45 के ऊपर धूप काल की समय. हमको जो हाल मिला उसमें फैन भी नहीं था. സത്യമായിട്ട് പാസ് ഞങ്ങളുടെ സഭായോഗം 9:30 बजे संडे स्कूल, 10:30 बजे 11 बजे आसपास प्रार्थना संगति शुरू होंगे, 2-2:30 बजे तक. हम घर में जाते हैं 5 बजे. मैं बहुत बार सोची लोग कैसे बैठ रहे इधर, कूलर भी नहीं. मजाक नहीं बोल रहे. कभी कभी हमको पगले ऐसा भी हुआ, हमको बैठने के लिए जगह नहीं था, पेट के भी नीचे बैठना पड़ा क्योंकि जगह कहीं पर नहीं मिल रहा था. उधर एक पार्क है, ഒരു പാർക്കുണ്ട്, അവിടെ ഒരു വലിയ മരമുണ്ട്. ഞങ്ങൾ പാർക്കിൽ ഓരോരും 10 രൂപയുടെ എൻട്രി ഫീസ് എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലായിരിക്കും ചിലപ്പോൾ സഭായോഗം, എങ്ങനെ സ്ഥലം കിട്ടാതെ വരുമ്പോൾ. एक दिन ऐसे बैठ रहा था, हमने देखा एक केरला से एक पास्टर भी आया था, प्रेयर चालू था, उसके बीच में सारे बंदर आया, കൊരങ്ങന്മാരെല്ലാം കൂടെ വന്നു. ഈ മരത്തിന്റെ മുകളിൽ ഭയങ്കര പരിപാടി. ഇവിടുന്ന് വിശ്വാസികളും പിള്ളേരും ഒക്കെ കല്ലെടുത്ത് എറിയാൻ തോന്നുന്നു. കാരണം അവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യുക, മലമൂത്ര വിസർജനം ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ചിരിക്കാം, ഞങ്ങൾക്ക് കരയുമായിരുന്നു അവിടെ. കാരണം ഓൾറെഡി സ്ഥലമില്ല, ഇതിന്റെ ആ തണലിൽ വന്നിരിക്കുമ്പം മോളിൽ നിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാരുടെ തലയിലും ദേഹത്തും ഒക്കെ. हम भगाने की कोशिश करने के समय वो छोटा मंकी नहीं है, बड़ा वाला जो सिंहावालम പറയത്തില്ല, നല്ല വലിയ ടൈപ്പാ. ग्रुप करके आकर ऐसा कर रहा था. इतना तकलीफ हुआ, फिर भी प्रेयर हुआ, बहुत लोगों का चंगाई हुआ उधर, सब वो हुआ. और उसके बाद
मीटिंग खत्म कैसे तो भी करके हम घर में आया, और 2 हफ्ते के बाद हमको फिर से जगह कहीं पर नहीं मिला, फिर से उधर जाना पड़ा. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ സ്ഥലം കിട്ടാതെ വന്നു, പിന്നെ അവിടെ പോകേണ്ടി വന്നു. प्रेयर हो चालू था उस समय, फिर से आए लोग. अयो मेरा दिल इतना टूट गया. मैंने बोला प्रभु कुछ भी परिस्थिति नहीं, लेकिन मालूम नहीं क्या कर रहा. मैंने लोगों को बोला भी पत्थर मारने का, भगाने का कोशिश मत करो, क्योंकि प्रभु परमेश्वर की संगति गड़बड़ हो जाएंगे. मैंने बोला प्रेयर करेंगे. बोला हमने प्रार्थना किया, सिर्फ प्रार्थना किया. उसके बाद बाकी सब कुछ चालू था. बीच में देखा ये साउंड कुछ भी नहीं, ऊपर है. बाद में देखा हम बड़ा पेड़ है, വലിയ മരം, അതിന്റെ ഒരു സൈഡിലാണ് പായിട്ടിരിക്കുന്നത്, തണലില്ല, छाव में चटाई डालकर. हमने देखा सारे बंदर एक लाइन मारकर ये साइड में बैठ रहे, और वो भी नहीं, वो सब सो रहे. എല്ലാരും ഇരുന്ന് ഉറങ്ങുക. मालूम नहीं बंदर दिन के समय सोता है, मुझको नहीं मालूम. इतना बदमाश है वो लोग. हालेलुया. बोलने का मतलब उस समय मुझको याद आया, മൂസാ की समय വനാന്തർ में മരുഭൂമിയിലും ആ ചൂടിലും ആ തണുപ്പിലും മനുഷ്യൻ നിർമ്മിതമായ ഒരു സാനുകൂല സാഹചര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ परमेश्वर की उपस्थिति उनको ठंडा किया. हालेलुया, हालेलुया. हमारा विषय वो नहीं. അമേൻ. ലാസർ की कब्र के सामने प्रार्थना करेगा तो कैसे प्रेयर करेंगे? നമ്മളാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കുക? നിങ്ങളെല്ലാം ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? അച്ഛാ എങ്ങനെ പ്രാർത്ഥിക്കും? ലാസറിന്റെ നമ്മൾ പറയും, വേണേ നമ്മൾ 2-3 സെന്റൻസ് കൂട്ടിച്ചേർക്കും. എൻ്റെ ദൈവമേ, ഇവന് ദീനമായിരുന്നു, സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല, മരിച്ചുപോയി, ഇവന്റെ അവസ്ഥയൊന്ന് കാണണമേ. ആകെ 2 സഹോദരിമാരെ വീട്ടിലുള്ളൂ അല്ലേ, ആകെ ഒരു एक ही भैया है, एक ही भाई है, उनको क्या करना, 2 बहन अनाथ हो जाएंगे, इसलिए उनको कैसे तो भी जिला के दे. ശരിയല്ലേ? നമ്മൾ ഇതല്ലേ പ്രാർത്ഥിക്കുന്നത്? लेकिन यीशु की प्रार्थना उधर आप देखिए प्लीज. यूहन्ना रचित सुवार्ता 11 अध्याय 11 अध्याയം. യോഹന്നാന്റെ സുവിശേഷം 11 अध्याയം 11 अध्याയം उसका 41 वचन 41 വാക്യം തൊട്ടാണ്. അവർ കല്ല് നീക്കി, യേശു മേലോട്ട് നോക്കി. ഇനി പ്രാർത്ഥനയൊക്കെയാണേ. എന്തിനുള്ള പ്രാർത്ഥനയാ? എന്തിനുള്ള പ്രാർത്ഥന? ലാസറിനെ ഉയർപ്പിക്കാനുള്ള പ്രാർത്ഥനയാ. ശ്രദ്ധിക്കണം. पिता आप मेरे विनतियों को सुना, इसलिए मैं आपको धन्यवाद करते हैं. आप हमेशा मेरी विनती आप सुनते हैं, मैं मुझको मालूम, लेकिन फिर भी आपने मुझे भेजा करके ये जो चारों ओर जो लोग खड़े हैं वो लोग वो विश्वास करने के लिए उनके कारण मैं कहता हूं लासर बाहर आ. वाह, നമ്മൾ ലാസറിനെ ഉയർപ്പിക്കാൻ നമ്മളാ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ പറയാത്ത ഒരു സംബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് യേശു ഇവിടെ പറയുന്നത്. आप सभी है मेरे साथ? क्या नाम बोला? नहीं, वो पीछे ग्लेन. ओके. यदि हम प्रेयर करेगा तो हम मतलब നമ്മൾ ചിന്തിക്കാത്ത പോലും കാരണം പറഞ്ഞാൽ ലാസറിനെ ഉയർപ്പിക്കുന്നത്. बोलने का मतलब ये है, एक छुटकारा का काम, ഒരു പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ സഹോദരിമാർക്ക് അവരുടെ സഹോദരൻ ഉയർപ്പിച്ച് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്നാൽ यीशु मसीह का विषय वो नहीं. यीशु मसीह का विषय थोड़ा अलग है.
पिता आपने मुझे भेजा करके ये जो लोग इधर खड़े हैं वो लोग विश्वास करने के लिए इनके कारण मैं उनको कहता हूं। हालेलुया। बोलने का मतलब यीशु मसीह लासर को जिलाने की विषय में सिर्फ लासर जिलाना नहीं, वरन उसके द्वारा ये लोग पहचानना चाहिए मैं कौन हूं करके, ഞാൻ ആരാണെന്ന് ഇവിടെ നിൽക്കുന്നവരൊന്ന് അറിയണം। क्यों क्यों क्योंकि आपने मुझे भेजा। क्या के लिए भेजा? എന്തിനു വേണ്ടി അയച്ചു? തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ। പാപാച്ചിവേദൻ, പാപക്കി മസ്ദൂരി, മൃത്യു ഹെ, പാപത്തിന്റെ ശമ്പളം മരണം। മരണം, പാപത്തിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുമ്പോൾ മരണത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുന്നത്। ആമേൻ आमेन। क्यों ये कैसे होते हैं? क्योंकि पाप से स्वतंत्र करना सिर्फ पुत्र से होते हैं। പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്താൻ ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ? പുത്രനെ കൊണ്ടേ പറ്റത്തുള്ളൂ। ऐसा है तो लासर की शारीरिक मृत्यु की वो हालत से उनको जिलाने के द्वारा ലാസറിന്റെ ശാരീരിക മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കുന്നത് മുഖാന്തരം ഞാൻ ആരാണെന്നും मैं कौन हूं करके ये लोग पहचानना और वो लोग उनकी आत्मिक मृत्यु से क्या करना? അവരുടെ ആത്മീയ മരണത്തിൽ അവർ ജീവിപ്പിക്കപ്പെടണം। ഹല്ലേലൂയ। ഞാൻ പറയുന്നതിന്റെ ആ തീവ്രത മനസ്സിലാകുന്നുണ്ടോ? ഹോ ആമേൻ। എന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടാണ് പറയുന്നത്. നമ്മൾ പല വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ച് ജൽപ്പനം പോലെ വെറുതെ സമയം കളയാതെ വിഷയം ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് ഉത്തരം ലഭിക്കുവാൻ കാരണമാകുന്ന പ്രാർത്ഥനയാകട്ടെ। परमेश्वर का उत्तर महिमा का काम हमारे जीवन में अनुभव करवाने वाला प्रार्थना बनना। निकरियामो जुना करार में एक स्त्री के बारे में हन्ना के बारे में मालूम। उनका बेटा था क्या? शमूएल। हन्ना ने प्रार्थना किया। हन्ना एक दिन का प्रार्थना नहीं, हन्ना बहुत साल प्रार्थना किया। हर साल जाता था मंदिर में। സബി ഹേ ഇധർ ഒത്തിരി വർഷം അവള് ദേവാലയത്തിൽ പോയതാ ഭർത്താവിന്റെ കൂടെ। ആമേൻ। പക്ഷേ ഒരു പ്രാവശ്യത്തെ പ്രാർത്ഥന ദൈവം കേട്ടു। അവളുടെ വിഷയം ഒരു മോനായിരുന്നു। हेयर विंदी भी एक बेटा। आमेन। बहुत साल गया मंदिर में प्रार्थना किया, പല വർഷങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു। लेकिन एक बार जो गया, ഒരു പ്രാവശ്യം പോയി ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി, മറുപടിയും കിട്ടി। അവിടെ ആ പ്രാർത്ഥനയും കൂടെ ഇവിടെ എഴുതി വെപ്പിച്ചു। उधर उनकी कहना यह था, मुझको एक बेटा दो करके नहीं था। बहुत साल उन्होंने प्रार्थना की, എനിക്കൊരു മോനെ തരണം। ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാ വിവാഹം കഴിയുമ്പോൾ അവർക്ക് എന്ത് വേണം? പുത്രസമ്പത്ത് വേണം, മക്കൾ വേണം। लेकिन बहुत साल उनको उत्तर नहीं मिला। जिस साल उनको उत्तर मिला वो समय की प्रार्थना भी लिख रखा। ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇതായിരുന്നു, എനിക്കൊരു മോനെ തന്നാൽ ഞാൻ അവനെ അങ്ങേക്ക് തന്നോളാം। हालेलुया हालेलुया। क्योंकि बच्चे परमेश्वर की ओर से प्रतिफल देने। आमेन। वो हमारे लिए नहीं दे रहे, जो देते हैं उनके लिए है।
हालेलुया। जब हन्ना वो बातों को मान लिया, मेरे उद्देश्य से बढ़कर പരമേശ്വർ की योजना के लिए എന്റെ ഇഷ്ടത്തെക്കാളും എന്റെ ആഗ്രഹത്തെക്കാളും ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം നിറവേറപ്പെടാൻ ലഭിക്കുന്നതിനെ അങ്ങോട്ട് തന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവായി. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പല വിഷയങ്ങളുമായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ സ്വന്തം സ്വാർത്ഥമായ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ച് നമ്മൾ പല ആവശ്യങ്ങളെയും आमेन अपना खुद की फायदा के लिए बहुत बातों के लिए प्रभु की उपस्थिति में प्रार्थना करने के समय आज ये बातों को जानने के लिए प्रभु से अनुग्रह को मांगना. प्रभु ये जो विषय के ऊपर आपकी कुछ योजना है उसको जानने के लिए उसी के लिए सौंप देने के लिए प्रभु से अगुवाई को प्राप्त होना. ദൈവത്തിൽ നിന്ന് അതിനുള്ള കൃപ പ്രാപിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ദൈവ പ്രവൃത്തിക്ക് മുമ്പും പ്രാർത്ഥനയുണ്ട്, പിന്നെന്തുണ്ട്? വചനമുണ്ട്. സ്തോത്രം. പ്രാർത്ഥന നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ വായിൽ നിന്നൊരു ശബ്ദം പുറപ്പെടും. ആമേൻ, ആമേൻ. ആ പുറപ്പെടുന്ന ശബ്ദമായിരിക്കും നമ്മുടെ വിഷയത്തിന് ഏത് നിലവാരത്തിലുള്ള ഉത്തരം തരണം എന്ന് തീരുമാനിക്കുന്നത്. जो वचन परमेश्वर की ओर से निकलते हैं वो निर्णय करेंगे आपकी जीवन में किस तरह से प्रभु का काम प्रकट होना है. ओ हालेलुया. हमारे मुंह से निकलने वाला शब्द हमारा ज्ञान, हमारा समझ, हमारा बुद्धि, നമ്മുടെ അറിവും കഴിവും ആമേൻ നമ്മുടെ തിരിച്ചറിവും നമ്മുടെ ബോധ്യവും വെച്ച് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ചെറിയ അറിവിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യമല്ല, ആ ശബ്ദമല്ല ദൈവപ്രവൃത്തിയെ തീരുമാനിക്കുന്നത്. അതിനു പകരമായി മുകളിൽ നിന്നും മറ്റൊരു ശബ്ദം പുറപ്പെടും. ആ ശബ്ദമാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവ പ്രവൃത്തിയുടെ ആധാരമാകുന്നത്. രക്തത്താൽ ജയം. അതുകൊണ്ടാ യഹോവ അരുളി ചെയ്യുകയാ. യെശയ്യാ ഭവിഷ്യവക്ത 55 അധ്യായത്തിൽ ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ജനമേ, നിങ്ങളുടെ വിചാരങ്ങളല്ല, തുമാരാ വിചാർ നഹീ മേരി വിചാർ. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികള്. ഓ, ആകാശം ഭൂമിക്ക് മീതെ, ആസമാൻ ജിത്തനെ ഊഞ്ചാ ഹൈ വൈസെ മേരാ വിചാർ ഓർ മേരാ രാസ്ത. എന്റെ വഴികളും വിചാരങ്ങളും നിങ്ങളുടെ വഴികൾക്കും വിചാരങ്ങൾക്കും മീതെയാ. നിങ്ങൾ ചിന്തിക്കുന്ന നിലവാരം ഒന്നും അല്ല എന്റേത്. നിങ്ങൾ ചിന്തിക്കുന്ന വഴികളും അല്ല എന്റെ വഴി. രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ദൈവമാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥന കരോ, वो हमारी जरूरत सुनने के लिए नहीं. നമ്മുടെ ആവശ്യം കേൾക്കാനല്ല. കാരണം हम बिना बोलकर वो हमारी जरूरत को जानते हैं. हम मांगने से पहले, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആവശ്യം അറിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ ആവശ്യം കേൾക്കാനല്ല. ആ മുഖത്തേക്കൊന്ന് നോക്ക്. ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് ചില ശ്രേഷ്ഠമായ കാര്യങ്ങളെ അറിയിക്കാനുണ്ട്. രക്തത്താൽ ജയം. ജലജാരിഗാദി വാസദരാസുഹുബിയാമനഗല റുഖാനുലബാനഗരി അധനഗ. ഹല്ലേലൂയ. കൃപ, 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 കൃപ. ശബബബരകദിരി. ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. Hallelujah. Oh Jesus. ശ്രദ്ധിക്കണം.
എനിക്ക് കുറച്ച് ശ്രേഷ്ഠമേറിയ പ്രോഗ്രാമുണ്ട്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വഴികളും അല്ല, അതിനും മുകളിൽ അതിന് വെച്ചിരിക്കുന്ന കമ്പയർ ചെയ്യുന്നത് ആകാശവും ഭൂമിക്കും ഇത് അത് വെച്ചാ പറയുന്നത്. ഉസ്ക മത്ലബ് ഭി മേരാ യോജന മേരാ രാസ്ത തുമാരി യോജന രാസ്ത, നിങ്ങളുടെ വഴികളും ചിന്തകളെക്കാളൊക്കെ ഉയർന്നതാ. लेकिन ये छोटे दिमाग वाला हमारी मन में उनकी बड़ी बातों को कैसे समझ देते हैं, कैसे करवाते हैं. അത് കഴിഞ്ഞ അടുത്ത വാക്യം പറയുന്നത്, ആകാശത്തുനിന്ന് മഴയും ഹിമവും ബാരിഷ് और है ना बर्फ पृथ्वी पर देकर ഭൂമിയെ ഫലപുഷ്ടമാക്കി തീർത്തിട്ട് വിതയ്ക്കാൻ വിത്തും കഴിക്കാനുള്ള ആഹാരവും बोने के लिए बीज खाने के लिए रोटी, उसमें से क्या करते हैं, निकलते हैं. कैसे? बारिश और बर्फ बेचकर, मഴയും हिमവും അയച്ച്. और उसके साथ ये भी बोला, वो बारिश और बर्फ बेचते हैं और वापस वैसा नहीं आते हैं. മഴയും ഹിമവും ഞാൻ മോളിൽ നിന്ന് അയക്കുക, മോളിൽ നിന്ന്. എന്റെ പ്രോഗ്രാം ഉയർന്നതാ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. मेरा योजना मेरी मर्जी बहुत बड़ी है, उधर से मैं क्या भेज रहे हैं. जैसे आसमान से മഞ്ഞും മഴയും അയച്ച് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി അതിൽ നിന്ന് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ मेरा वचन भी वैसा करूंगा. आमीन. मैं जो वचन भेजता है, ഞാൻ അയക്കുന്ന വചനം അത് വെറുതെ തിരികെ വരത്തില്ല. അതിന്റെ പ്രവൃത്തി തികച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ എന്റെ വചനത്തെ അയക്കും, അതെന്റെ ഹിതത്തെ നിറവേറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യവുമായിട്ടിരിക്കുമ്പോൾ ആ പാപ്की जरूरत को लेकर बैठने के समय उसके ऊपर प्रभु का हाथ प्रकट होने के लिए പരമേശ്വർ अपना हाथ बढ़ाते हैं. ദൈവം തന്റെ കരം നീട്ടുന്നത് നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റാനല്ല, അതിലും മുകളിൽ തനിക്ക് ആവശ്യം കിടക്കുക. हालेलुया. वो उत्तर को आपकी जीवन में अनुभव होने के लिए आपको क्या प्राप्त होना है? वचन प्राप्त होना है. आमीन. वो वचन आपकी दिल में विश्वास बढ़ाएंगे, वो वचन आपकी दिल में हिम्मत देंगे, वो वचन आपकी दिल को आशा से भरेंगे. और वो वचन जिसने दिया वो अपने महिमा के साथ पूरा करवाएंगे. ആമേൻ. ആ വചനം നിനക്ക് ബലം നൽകും, ആ വചനം നിനക്ക് ആമേൻ ധൈര്യം നൽകും, ആ വചനം നിന്നെ ഉറപ്പിക്കും. ആ വചനം വെറും വാക്കായിട്ടല്ല, അത് ആരയച്ചോ അദ്ദേഹം അതിന്റെ പ്രവൃത്തിയെ വിശ്വസിക്കുന്നവരിൽ അത് നിറവേറ്റും. हालेलुया. इसलिए प्रार्थना में क्या खोलते, പ്രാർത്ഥിക്കുമ്പോൾ എന്താ തുറക്കപ്പെടുന്നറിയാവോ? അടഞ്ഞിരിക്കുന്ന വാതിലൊന്നുമല്ല. ഞാൻ 2 സ്ഥലത്ത് വാക്യങ്ങൾ കാണിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ शस्त्र सामग्री के बारे में इस परमेश्वर का 6वां अध्याय की आगे प्रार्थना के विषय के बारे में अब उधर देखना, उसका एड्रेस से देखना. मेरे लिए भी प्रार्थना करो. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്തിനാ പൗലോസേ നിനക്ക് വേണ്ടി, എന്ത് വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അരെ എനിക്ക് വേണ്ടി പ്രാർത്ഥന അദ്ദേഹം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ बोलने के समय मैं जब मुंह खोलेगा, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പ്രബൽ വചൻ. ആമേൻ.
ആമേൻ. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ദൈവപ്രവൃത്തിയുടെ മഹത്വത്തെ തീരുമാനിക്കുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദമാണ്. इधर पौलोस बोल रहे हैं, तुम लोग मेरे लिए प्रार्थना करो, गाड़ी के लिए, घर के लिए नहीं. വീടും പണ്ടിക്ക് ഒന്നും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അമേൻ. ഗാഡി നൈ രഹേഗാ തോ ബി, വണ്ടി ഇല്ലെങ്കിലും ആത്മാവ് എടുത്തുകൊണ്ട് പോയാൽ. ആമേൻ, 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 ആമേൻ. ആഹാബ് അനേക കുതിരകളെ കെട്ടിവലിക്കുന്ന രഥവുമായിട്ട് ഓടുമ്പോൾ അതിനും മുമ്പേ ആത്മാവിൽ ബലപ്പെടുന്നവൻ അതിനും മുമ്പേ പായുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടത് ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവപ്രവൃത്തി അതിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തുവാൻ കാരണമാകുന്ന പ്രബൽ വചൻ മുझको दिया जाना. हालेलुया, हालेलुया. ശ്രദ്ധിക്കണമേ. പ്രബൽ വചൻ മുझको. देखिए, അത് മാത്രമല്ല, ഞാൻ അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? സംസാരിക്കുകയും കൂടെ ചെയ്യണം. അദ്ദേഹത്തിന് ഇത്രയേ ഉള്ളൂ പ്രാർത്ഥനാ വിഷയം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന ഇത് മതിയെന്നാ പറഞ്ഞത്. എല്ലാവരും ഉണ്ടോ? ഒരു വാക്യം കൂടെ നോക്കിക്കേ. കൊലോസ്യർ 4 അധ്യായത്തിലേക്ക് വന്നേ. കൊലോസ്യർ പത്രി अध्याय 4 उसका दूसरा वचन से देखना. 2 वाक्य मुदल. प्रार्थना में जागृत रहना. हाँ, हो, ഞങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാൽ മതി? വചനത്തിന്റെ വാതിൽ തുറക്കണം. എനിക്ക് അതും തുറക്കണം. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഒരു ദൈവദാസൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട വിഷയമാ. ജനം കർത്താവ് അങ്ങയുടെയാ, അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ശ്രേഷ്ഠമേറിയ ഉദ്ദേശത്തോടുകൂടെ बहुत बड़ी योजना के साथ अपना पुत्र की लहू देकर खरीद लिया हुआ लोग इधर बैठ रहे. ये लोग प्रभु आपकी है, आपकी महिमा की अनुरूप बना के അങ്ങയുടെ മഹത്വത്തോട് ആ സ്വരൂപത്തോട് അനുരൂപമാക്കപ്പെട്ട് ആ തേജസ്സിൽ നിൽക്കേണ്ടവരാ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഇവരുമേലുള്ള ദൈവിക ഉദ്ദേശത്തെ അവർ തിരിച്ചറിഞ്ഞ് അവർ ആ രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം ഓ സ്വരൂപ में ये लोग अनुरूप होने के लिए उसकी कारण बनने वाला वचन की दरवाजा क्या करना? खोल कर देना. എന്നിൽ ആ വചനത്തിന്റെ വാതിലൊന്ന് തുറന്നു തരണം. അവിടെ കൊണ്ട് തീർന്നില്ല. എനിക്ക് കിട്ടിയത് അതുപോലെ എന്ത് ചെയ്യണം? മുമ്പിലിരിക്കുന്നവരിലും എത്തണം. जो मुझको मिला वजन का दरवाजा इधर खोल कर मिला और वैसे मेरा मुंह खोल कर किधर होना है. സ്തോത്രം. ഇത് തുറക്കാനാ പ്രാർത്ഥിക്കുന്നത്. ബോലോ പ്രഭു യേശു മസീഹ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ വാക്യം. കാരണം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക, എനിക്ക് ബന്ധന കാരണമായ സുവിശേഷം. ഇതിന്റെ ഒരു മനോഹരത്വം ഭയങ്കരമാണ്. ये जो कोलोसियों की पत्री, वो जो ऐसे हाथ पैर खोलकर चलने के समय नहीं लिखा, बंदीग्राम के अंदर जंजीर से बांधा हुआ होकर ये पत्री लिख रहे. सभी है इधर. आमेन. തുറന്ന കൈയും വീശി നടക്കുന്ന സമയത്ത് എഴുതിയ ലേഖനമല്ല. കൈയും കാലും ചങ്ങലയിട്ട് കാരാഗ്രഹത്തിൽ അകത്ത് കിടക്കുമ്പോൾ എഴുതുക. ആമേൻ. ये वचन का एक സുന്ദരത. എനിക്ക് ബന്ധന കാരണമായ സുവിശേഷം കാരണം എന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹൃദയം തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു വചനത്തിന്റെ വാതിൽ തുറക്കുന്നത്. ആമേൻ. എന്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ട് കിടക്കുവാണെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എന്നിൽ തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്. ആ വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടുമ്പോൾ
ഞാൻ ഒരു വശത്ത് കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അടുത്തുള്ളവരൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ആ തിമോത്തിയോസിന്റെ 2 ലേഖനം, സെക്കൻഡ് തിമോത്തി 2 തിമോത്തിയോസ് 2:9 നോക്കിക്കേ. അതറിയിക്കുന്നതിൽ, ഈ സുവിശേഷം ഞാൻ അറിയിക്കുന്നതില ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ജंजीर से बांधा हुआ होकर मैं कष्ट उड़ाकर मेरे हाथ पैर को बांध कर रख सकते हैं, लेकिन जो वचन मुझ में है उसके ऊपर बंधन नहीं है. बोलो प्रभु यीशु मसीह की हालेलुया. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന വചനപ്രകാരം, പ്രാർത്ഥനയിൽ തുറക്കപ്പെടേണ്ടത് വചനത്തിന്റെ വാതില. आमेन. और ये वचन का दूसरा एक मेरे दिल में दिया था, ये जो परमेश्वर का जो कुछ अद्भुत काम पृथ्वी के ऊपर, समय दिया तो पृथ्वी के ऊपर जो कुछ अद्भुत काम प्रकट होते हैं परमेश्वर कुछ लोगों के द्वारा करवाते हैं, स्पेशल करके. वो लोगों का विशेषത ബൈബിൾ में दिया है. ആ ആളുകൾക്കൊരു പ്രത്യേകത ബൈബിൾ കൊടുത്തിട്ടുണ്ട്. അവർ നീതിയെ ഇഷ്ടപ്പെടുന്നവരാ. ഓ ധാർമ്മികത को चाहने वाला लोग है. നോഹ को प्रभु ने इस्तेमाल किया. നോഹയെ ഉപയോഗിച്ചു. നോഹ ആ തലമുറയിൽ നീതിമാനായിരുന്നു. സ്തോത്രം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഏത് വ്യക്തിയെ, ദാനിയേൽ, യോബ്, ഏത് വ്യക്തിയെ വേണമെങ്കിലും എടുത്തോ, അവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവർ നീതിയെ ഇഷ്ടപ്പെടുന്നവരാ. ആമേൻ. യേശുവിന്റെ ശരീരം അടക്കാൻ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവനെക്കുറിച്ച് ഈ ഗവായി പറയുന്നുണ്ട്. यीशु का शरीर गाड़ने के लिए एक अरिमत्या योसेफ वो कैसा था? धर्मी पुरुष था. यीशु मसीह जो परिवार में आने के लिए चाहा, യേശു ഏത് കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു, ആ യോസഫിനെ കുറിച്ചും ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഓ ധർമ്മി പുരുഷ. ഹാലലുയ്യ, ഹാലലുയ്യ. ലേക്കിൻ ഒരു വശത്ത് പറയുന്നു എല്ലാവരും പാപികളാ. सब पापी है, सही है, सभी पापी है, लेकिन पापियों के बीच में धार्मिकता को चाहने वाला लोग है. उसका अच्छा सबूत है क्रूस के ऊपर जो देखा. ക്രൂശിന്റെ മുകളിലാ അതിന്റെ ഒരു വലിയ തെളിവാ. यीशु अकेला नहीं था क्रूस पर. दोनों साइड में 2 गुनाहगार को भी ढंग कर रखा था. സെയിം ഡിസ്റ്റൻസ്, ഒരേ അകലത്തില് രണ്ടുപേരും കുറ്റവാളികൾ, ക്രൂശ് മരണത്തിന് യോഗ്യരായ കുറ്റവാളികൾ. രണ്ടുപേരും യേശുവിനെ ദുഷിച്ചു. പക്ഷേ അതിൽ ഒരുവന് കാര്യങ്ങളുടെ കിടപ്പ് കണ്ടപ്പോൾ അവൻ നീതി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, കൂട്ടുകാരനോട് പഴക്ക് പറഞ്ഞു ഉनको डांट कर बोला, अरे हमने जो गुनाह किया इसलिए हम इधर टांग कर रखा है, लेकिन हमारे बीच में ये जो है वो निर्दोष है. और उनको देखकर बोल रहे, प्रभु जब आप राज्य को प्राप्त होकर आने के समय, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. जब आप राज्य को प्राप्त होकर അവിടുന്ന് രാജ്യം പ്രാപിച്ചു വരുമ്പോഴത്തുള്ള ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വളരെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലത്. ഒരാള് വാളും പരിചയൊക്കെ പിടിച്ച് എല്ലാരെയും തൽവാർ വगैरह लेकर सबको मार डालकर ऐसे खड़ा होता है तो हम बोल सकते हैं. ഒരാൾ വാളും പരിചയൊക്കെ എടുത്ത് എല്ലാരെയും കൊന്ന് വല്ല ശക്തനായിട്ട് ഇങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ നമുക്ക് പറയാം, ഓ ആ രാജ്യക്കോ പ്രാപ്ത ഹോക്കറാണ് आने के समय നിങ്ങൾ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ. लेकिन एक निर्बल इंसान होकर क्रूस पर टांग कर तड़प तड़प के मरने वालों को देखकर ये बोल रहे, आप राज्य को प्राप्त होकर आने के समय. हालेलुया. क्योंकि उन्होंने पहचान लिया. आमीन. ये जो टांगा हुआ आदमी, ഈ തൂക്കപ്പെട്ട മനുഷ്യൻ, അവൻ തെറ്റു ചെയ്തിട്ടില്ല. അവൻ തൂക്കപ്പെടുന്നത് എന്നെ വിടുവിക്കാൻ വേണ്ടി, എന്റെ മേലുള്ള ദൈവശിക്ഷയുടെ നീതിയെ, അവൻ എന്നെ വിടുവിക്കാൻ വേണ്ടി, ആ നീതിയെ നിറവേറ്റാൻ വേണ്ടി തന്നെ അനുസരണമുള്ളവനായിട്ട് ഒരു പിതാവിന്റെ കയ്യിലേക്ക് അനുസരണമുള്ളവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവനെ കണ്ടപ്പോൾ, ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവർ നീതിയെ ഇഷ്ടപ്പെടുന്നവരാകണം. ഈ നീതിയെ ഇഷ്ടപ്പെടുന്നവർ
धार्मिकता को पसंद करने वाला कैसे बन सकते हैं? वचन हमको मदद करेंगे। इसलिए तिमोथी की दूसरी पत्री में लिखा, तिमोथी की दूसरी पत्री പെട്ടെന്നെടുത്തേ സമയമില്ല. तिमोथी की दूसरा पत्री 3 अध्याय 16 वचन 3:16, तीसरा अध्याय 2 तिमोथी 3:16. एवरी सारे प्रभु की वचन ദൈവ ശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ सारे सारे सत्कामों के लिए सिद्ध बनकर आमेन 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 आमेन. जब जकरिया आत्मा में भरकर उन्होंने उत्तर प्राप्त होकर प्रभु की महिमा करने के समय, वो भी देखना पहला अध्याय ലൂക്ക പഹല അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 73-74 വാക്യങ്ങൾ. 73-74. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പ്രഭവിച്ച് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് ദൈവം പിതാക്കന്മാരോടും നിയമം ചെയ്തതിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുക. പ്രാർത്ഥനയുടെ പുറകിൽ ഒരു വലിയ രഹസ്യമുണ്ട്. പ്രാർത്ഥന के पीछे बहुत बड़ा रहस्य है. तेरे प्रार्थना का उत्तर हो गया. സക്കറിയാവിനോട് പറഞ്ഞു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. പക്ഷെ സക്കറിയ ഉൾട്ടാ സവാൽ കർ രഹ ഹൈ. സക്കറിയ തിരിച്ച് ചോദ്യം ചോദിക്കുക എന്നാ, ये हमें कैसे जानू അല്ലേ? അതിന്റെ 18-ാമത്തെ വാക്യം അല്ലേ, 18 വചനം. ഇത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പ്രായം ചെന്നയാള്, എന്റെ ഭാര്യ പ്രായം ചെന്നതാ. हम कैसे जानेंगे? मैं बहुत बार अद्भुत हो गया. स्वर्गदूत क्या बोल रहे? पहले क्या बोला सकरिया को? तेरे प्रार्थना को मतलब तूने मांगा इसलिए दे रहे. നീ ചോദിച്ചു അതിന്റെ ഉത്തരം തരിക. अरे हम किसी विषय के लिए प्रार्थना किया, समझो हम किसी विषय के लिए प्रार्थना किया, स्वर्गदूत प्रकट होकर तेरा प्रार्थना का उत्तर हो गया बोलने के समय हम क्या बोलेंगे? अरे सही है ना? लेकिन इधर क्या हो रहा है? कैसे जानो? उसका मतलब क्या है? अभी विश्वास नहीं, अभी विश्वास नहीं. हमको विश्वास नहीं है तो हम क्या नहीं करेगा? प्रार्थना नहीं करेगा. ऐसे तो सकरिया का प्रार्थना किया होगा. അങ്ങനെയെങ്കിൽ सकरिया എപ്പോഴായിരിക്കും പ്രാർത്ഥിച്ചത്? जब जवान था, परिस्थिति अच्छा था, उस समय प्रार्थना किया. എല്ലാവരും ഉണ്ടോ ഇവിടെ? പ്രായമായി കഴിഞ്ഞപ്പം വിഷയമൊക്കെ വിട്ടു. लेकिन मैं प्रभु को धन्यवाद करता हूं. आप प्रार्थना को छोड़ेगा तो भी, जिसने बोला प्रार्थना करो वो छोड़ेगा नहीं. നിങ്ങൾ പ്രാർത്ഥിച്ചത് മറന്നാലും പ്രാർത്ഥിപ്പിച്ചവൻ മറന്നിട്ടില്ല. लाजर के विषय में भी वैसा था. लाजर जब बीमार था लोगों को भेजा. അസുഖമായിരുന്നപ്പോൾ ആളെ അയച്ചു. മരിച്ചു കഴിഞ്ഞ് ആരും വിട്ടിട്ടില്ല. फिर भी वो आया क्योंकि वचन निकला था. ये बीमारी मृत्यु के लिए नहीं, परमेश्वर की महिमा के लिए. आमीन 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 ആമേൻ 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 ആമേൻ. പ്രാർത്ഥിച്ച നമ്മൾ മറന്നാലും കർത്താവ് മറക്കത്തില്ല. പിന്നെ ഞാൻ പലപ്പോഴും കാണുന്നൊരു കാഴ്ച, നമ്മൾ ചിന്തിക്കുമ്പോഴൊന്നുമല്ല ഉത്തരം വരുന്നത്. हम जब सोचने के समय नहीं आ रहे. सकरिया एजड होने के बाद आया. क्यों? क्योंकि सकरिया क्या मांग रहे? एक बेटा. कौन सा काम करने के लिए? कौन सा काम? ഏത് ജോലിക്ക് വേണ്ടിയാ सकरिया വാരാ? മോന് എന്ത് ജോലി ചെയ്യണ്ടേ? പൗരോഹിത്യം. എന്താ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്തിനാ നീട്ടിയത്? പിന്നെ ഒരു കാര്യം സക്കറിയാവിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നോട് കർത്താവ് ഇത് പറയാൻ പറഞ്ഞു. കാരണം പ്രാർത്ഥിക്കുന്നവർ നീതിയുള്ളവരാണെങ്കിൽ ദൈവം വെറുതെ വിടത്തില്ല.
सकरिया और एलिशबत के बारे में 5 वाक्യം 6 वाक्यത്തിൽ 1:6 सेम गवाही दिया है. वो सकरिया और एलिशबत ये दोनों परमेश्वर की उपस्थिति में धार्मिकता. ഓ സ്തോത്രം. മനുഷ്യന്റെ മുമ്പിലല്ല. ശ്രദ്ധിക്കണേ, മക്കളില്ലെങ്കിലും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. ബസ് ബസ് മതി മതി, സമയമില്ല. ശ്രദ്ധിക്കണേ. ആമേൻ ആമേൻ. എന്നോട് ഇത് പറയാൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ നമ്മുടെ നീതിയൊക്കെ നമ്മൾ ചിലപ്പോൾ വിടും. ഓ ഇത്രയും നന്നായിട്ടിരുന്നിട്ടും ഗുണമൊന്നും. അയ്യോ അങ്ങനെ വിടല്, അങ്ങനെ വിടരുത്. താമസിപ്പിക്കുന്നതിന്റെ പുറകെ വലിയ വലിയ പരിപാടികളാ. സ്തോത്രം. പിന്നെ നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത, പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട് ഉത്തരവുണ്ട്. അത് നിങ്ങളുടെ സാധ്യതയോ നിങ്ങളുടെ സാഹചര്യമോ അനുകൂലതയോ ഒന്നും നോക്കിയല്ല ഉത്തരം. അത് എന്ത് വേണേലും ആയിക്കോട്ടെ, ഉത്തരം വചനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിപാടി കർത്താവ് ചെയ്യും. അവിടെ അതിനുണ്ടാകാനുള്ള സാഹചര്യമോ സാധ്യതയോ ഒന്നും ഒരു വിഷയമില്ല. ഒരു സാധ്യത ഇല്ലാത്തപ്പോഴും ശൂന്യതയിൽ നിന്നും വിളിച്ചു വരുത്തി അതുപോലെ കടാ കർണേ കെ ലിയെ താക്കത്ത് വാലാ ഹേ വോ. ആമേൻ ആമേൻ. ഇവിടെ എന്തിനാ സക്കരിയാവിന് താമസിപ്പിച്ചു കൊടുത്ത്? ഒരു കാരണം സക്കരിയാവ് ഒരു മോന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഏത് ജോലി ചെയ്യാനാ? പുരോഹിതൻ. ദൈവം മോളിൽ ഇരുന്ന് ചിരിച്ചോണ്ട് പറയാം, എനിക്ക് അങ്ങനെ ഫീൽ ആകുക, പരമേശ്വർ ദോടാ സ്മൈൽ കർ സക്കരിയ ദോടാ രുക്കോ ദോടാ രുക്കിയേ സക്കരിയ അഭി ജോ യാജക കാം ജോ തും കർ രഹേ. നീ ഇപ്പൊ ചെയ്യുന്ന ഈ പൗരോഹിത്യം, ഈ ജോലി ഉണ്ടല്ലോ, ഇതിന്റെ സ്റ്റൈൽ ഞാൻ ഒന്ന് എന്ത് ചെയ്യാൻ പോവാ? മാറ്റാൻ പോവാ. അഭി അഹരോന്റെ ക്രമപ്രകാരം നീ ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ ഇത് മാറാൻ പോവാ. മൽക്കീസദക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനെ ഞാൻ വിടാൻ പോവാ. അപ്പം മാറ്റം വരുന്ന ഒന്നിനു വേണ്ടി, പ്രയോജനം ഇല്ലാത്ത ഒന്നിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മോനെ തരാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണം. നിത്യമായി നിലനിൽക്കുന്ന ദൈവിക പരിപാടി നടക്കാൻ പോവാ. അതിന് പ്രയോജനമുള്ളതിനെ തരേണ്ടത്. ഇനി പറയാൻ തന്ന ഒരൊറ്റ കാര്യം, അത് ഒന്ന് പറഞ്ഞോട്ടെ 2 മിനിറ്റുള്ളിൽ. ഇരിക്കാവോ 2 മിനിറ്റ്? പ്രാർത്ഥനയുടെ ഒരു വലിയ രഹസ്യം ഇത് പറഞ്ഞിട്ട് 20ാമത്തെ വാക്യത്തിൽ എന്താ ദൂതൻ പറയുന്നത്? ബീസ്വ വചൻ മേ സ്വർഗ്ഗദൂത് ക്യാ ബോലാ? ശ്രദ്ധിക്കണേ, ഇത്രയും മതി. ഇപ്പൊ നീ പ്രാർത്ഥിച്ചില്ലയോ എന്നുള്ളൂ അല്ല ദൂതൻ ഇപ്പൊ പറയുന്നത്. നിയമിത് സമയമേ പൂർണ്ണ ഹോനെ വാല മേരെ ബാത്തോം പർ തൂനെ ക്യാ നഹീ കിയാ. തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കാത്തതുകൊണ്ട്, നീ പ്രാർത്ഥിച്ചത് വിശ്വസിക്കാത്തത് കൊണ്ടൊന്നുമല്ല. എന്താ ഇതിന്റെ അർത്ഥം? ആദ്യം പറഞ്ഞു പ്രാർത്ഥനയുടെ ഉത്തരവായി. പുള്ളി അതിന് തിരിച്ചു പറയാ, ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയണേ, എങ്ങനെ ഉത്തരം കിട്ടുന്നത്? ഇപ്പൊ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ ഇല്ലെന്നല്ല ഇപ്പൊ വിഷയം. ഇപ്പൊ ദൂതൻ പറയുന്നത് വേറെ കാരണമാണ്. എന്താ? തക്ക സമയത്ത് നിറവേറാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട്. പറയുന്നതിന്റെ അർത്ഥം സക്കരിയ തൂനെ ജോ പ്രാർത്ഥന കിയ സാധാരണ ബാത് നഹി. मैंने कुछ कामों को ये पृथ्वी के ऊपर नियमित समय पूरा करने के लिए पहले से डहरा रखा है. തക്ക സമയത്ത് നിറവേറപ്പെടാൻ ഞാൻ ചില കാര്യങ്ങൾ നിയമിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. ആ വിഷയത്തെയാ നീ പ്രാർത്ഥിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ദൈവവചനപ്രകാരം, ദൈവഹിതപ്രകാരം പ്രാർത്ഥന നിന്റെ വായിൽ നിന്ന് ഉയരാൻ, ദൈവം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉത്തരം ഇതാ. ഇത് നിങ്ങളുടെ വിഷയമൊന്നും അല്ല. ഈ ഭൂമിയുടെ മുകളിൽ ഞാൻ തക്ക സമയത്ത് നിറവേറ്റാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാ നീ പ്രാർത്ഥിച്ചിരിക്കുന്നത്. രക്തത്താൽ ജയം. റിബാല ബറുഗു ഷിഖാനിയാന. ഹാലേലൂയ, ഹാലേലൂയ. സക്കരിയ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സക്കരിയാവേ നിന്റെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമാകുമ്പോൾ, നിന്റെ വെറും ഒരു കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള മറുപടി അല്ല, ദേശത്തിന്റെ മേൽ നിറവേറപ്പെടാനുള്ള, നീ വസിക്കുന്ന ഇടത്ത് നിറവേറപ്പെടാനുള്ള ദൈവത്തിന്റെ വലിയ നിയോഗത്തോടുകൂടെയുള്ള മറുപടിയാ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. രക്തത്താൽ ജയം. ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് കണ്ണു തുറന്നേ.
നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് പകർന്നേ. ചെറിയ ചെറിയ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ദൈവ മുമ്പാകെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാമേ आप देखने के लिए आप प्रार्थना करना, प्रभु मेरे मन की आंखों को खोल दीजिए. എന്റെ അകക്കണ്ണുകളെ ഒന്ന് തുറക്കണം, വചനത്തിന്റെ വാതിലുകൾ ഒന്ന് തുറക്കട്ടെ. എന്റെ വായിൽ നിന്ന് എന്റെ ആവശ്യത്തിന്റെ യാചനയുടെ ശബ്ദം ഒരു വശത്ത് പുറപ്പെടുമ്പോൾ, കർത്താവെ അങ്ങയുടെ വായിൽ നിന്നും എന്റെ വിഷയത്തിന്റെ മേൽ ദൈവമേ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രവൃത്തികൾക്ക് കാരണമാകുന്ന വചനത്തിന്റെ ശക്തമായ പ്രബൽ വചൻ आपकी ओर से निकलने के लिए, पप्पा आपकी महिमा की योजना को जानने के लिए, सही समय पूरा करवाने के लिए, हालेलुया, आपने डहराया हुआ आपकी अद्भुत योजना की पूर्णता होने के लिए प्रभु मुझ पर दया करना. हालेलुया, धन्यवाद 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 धन्यवाद. हालेलुया. कितने लोग अपने शहर के लिए धन्यवाद करते हैं, कितने लोग भारत के लिए प्रार्थना करते हैं. परिस्थिति विपरीत है, परिस्थिति विपरीत है, लेकिन उसके बीच में भी आमीन सही समय पूर्ण होने के लिए परमेश्वर कुछ बातों को पगले से डगरा के रखा है. कितना शत्रु प्रबल हो, कितना शत्रु विरोधी कितना प्रबल हो, लेकिन लेकिन आमीन सही समय पूर्ण होने का कुछ बात प्रभु ने पगले से डगरा के रखा. നിന്റെ തലമുറയുടെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നീ വസിക്കുന്ന ദേശത്തോടുള്ള ബന്ധത്തിൽ തക്ക സമയത്ത് നിറവേറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. Hallelujah. 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 കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.